92ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിനോടനുബന്ധിച്ച് പത്രസമ്മേളനത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ശിവഗിരി മഠം ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ, തീർത്ഥാടന കമ്മിറ്റി സെക്രട്ടറി സ്വാമി ഋതംബരാനന്ദ, ജോയിന്റ് സെക്രട്ടറി സ്വാമി വിരജാനന്ദഗിരി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓരോ നിമിഷവും ഓരോ കഥകളാണ്. ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ്, മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും. പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ്. ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, 92ാമത് ശിവഗിരി തീർത്ഥാടനം സമാരംഭിച്ചിരിക്കുകയാണ്. ശിവഗിരി തീർത്ഥാടനത്തോട് അനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ശിവഗിരി തീർത്ഥാടകരുടെ ബാഹുല്യം കണക്കിലെടുത്തുകൊണ്ട് ഈ വർഷം ഡിസംബർ 15 മുതൽ ജാനുവരി 5 വരെ തീർത്ഥാടന കാലയളവ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റും ശിവഗിരി തീർത്ഥാടന കമ്മിറ്റിയും ദീർഘിപ്പിച്ച വിവരം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഫലമായി ശിവഗിരിയിലേക്ക് തീർത്ഥാടക പ്രവാഹം ആരംഭിച്ചിരിക്കുകയാണ്. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഡിസംബർ 30 രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ നിർവഹിക്കപ്പെടുന്നതാണ്. 30, 31, 2025 ജാനുവരി 1 എന്നീ തീയതികളിലായി ശ്രീനാരായണ ഗുരുദേവൻ വിഭാവന ചെയ്ത തീർത്ഥാടന ലക്ഷ്യങ്ങളെ സംബന്ധിച്ചുള്ള വിവിധ സമ്മേളനങ്ങൾ നടക്കുകയാണ്. കേന്ദ്ര ടൂറിസം മന്ത്രി, കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെ വിവിധ സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധ സമ്മേളനങ്ങളിലായി സംബന്ധിക്കുന്നുണ്ട്. 31 രാവിലെ 10 മണിക്ക് നടക്കുന്ന തീർത്ഥാടക മഹാസമ്മേളനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்கள் നിർവഹിക്കപ്പെടുന്നതാണ്. ഇതോട് അനുബന്ധിച്ച് ഉള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ സമാരംഭം കുറിച്ചു. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഉയർത്തുന്ന ധർമ്മ പതാക 29 രാവിലെ ശ്രീനാരായണ ഗുരുദേവൻ തീർത്ഥാടനത്തിന് അനുമതി നൽകിയ കോട്ടയം നാഗമ്പടത്തെ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ധർമ്മ പതാക ഘോഷയാത്ര 29 വൈകിട്ട് ശിവഗിരിയിൽ എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ കൊടുക്കയർ വഹിച്ചുകൊണ്ടുള്ള പദയാത്ര കളവങ്കോടം ശ്രീ ശക്തീശ്വര ക്ഷേത്ര സന്നിധിയിൽ നിന്നും 23 ആരംഭിച്ച് 29 ശിവഗിരിയിൽ എത്തിച്ചേരുന്നതാണ്. അതുകൂടാതെ 100ഓളം പദയാത്രകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടക സംഘങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന വിവരവും തീർത്ഥാടന കമ്മിറ്റിയെയും ശിവഗിരി മഠത്തെയും അറിയിച്ചിട്ടുള്ള വിവരം കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്.
ഇലവുംതിട്ട കേരള വർമ്മസൗധത്തിൽ നിന്നും കേവലം 5 തീർത്ഥാടകരിൽ ആരംഭിച്ച ശിവഗിരി തീർത്ഥാടനം ഇന്ന് ലോകശ്രദ്ധയെ തന്നെ ആകർഷിക്കുന്ന തരത്തിലുള്ളൊരു മഹാമഹമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർത്ഥാടകരെ വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റാണ് നമ്മുടെ തീർത്ഥാടന പരിപാടികൾ ഇത്തവണ ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഉദ്ഘാടന സമ്മേളനം ഡിസംബർ 30 രാവിലെ 10 മണിക്കാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പാർലമെന്ററി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് ആ പ്രോഗ്രാമിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട്. അന്ന് തന്നെ 11:30 വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ കേരള സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ ആണ് അധ്യക്ഷത വഹിക്കുന്നത്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടിയുമാണ്. പ്രസ്തുത യോഗത്തിൽ വെച്ച് ഗുരുകുലത്തിൻ്റെ അധ്യക്ഷനായ ബ്രഹ്മശ്രീ മുനിനാരായണ പ്രസാദ് സ്വാമികളെ ആദരിക്കുന്നുണ്ട്. നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അതിൽ വിശിഷ്ടാതിഥിയായിരിക്കും. അതുപോലെ തന്നെ SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ അതിൽ മുഖ്യ പ്രസംഗവും നിർവഹിക്കും. 30-12 തന്നെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള ശാസ്ത്ര സാങ്കേതിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡയറക്ടർ ഡോക്ടർ അനന്തരാമകൃഷ്ണൻ അവർകളാണ്. പ്രസ്തുത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകളുമാണ്. അതിനകത്ത് കാലികമായ പ്രസക്തിയുള്ള ഒട്ടേറെ വിഷയങ്ങളെ സംബന്ധിച്ച് ക്ലാസുകൾ നടക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് സയൻസിൻ്റെ രജിസ്ട്രാർ ആൻഡ് ഡീനായ ഡോക്ടർ കുരുവിള ജോസഫ് പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുവാനുള്ള നൂതന മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ തന്നെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ടെലിമാറ്റിക്സിൻ്റെ മുൻ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ S നായർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI നിങ്ങളുടെ ദൈനംദിന ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ സെന്തിൽകുമാർ KB നിങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ DPDP ആക്ട് എങ്ങനെ സുരക്ഷിതമാക്കുന്നു എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായ ക്ലാസ് നയിക്കുന്നതാണ്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി, ചെറിയ ഒരുക്കങ്ങൾ, പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ. ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. അതെ, അമൂല്യമാണ് ഞാൻ, എന്റെ സ്വർണവും. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. അതോടൊപ്പം തന്നെ 30 തന്നെ വൈകിട്ട് 5 മണിക്ക് ശുചിത്വം, ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം ഈ വിഷയങ്ങളെ സംബന്ധിച്ച ഒരു സമ്മേളനം കൂടിയുണ്ട്. ആ സമ്മേളനത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ മുൻ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർകളാണ്. പ്രസ്തുത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യയായ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജാണ്. അതിനകത്ത് ഒട്ടേറെ പ്രമുഖർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പത്മശ്രീ ഡോക്ടർ മാർത്താണ്ഡപിള്ള, പ്രൊഫസർ ഡോക്ടർ സിസ തോമസ്, ഡിജിറ്റൽ സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ പങ്കെടുക്കുന്നുണ്ട്. വൈസ് ചാൻസലറുടെ തന്നിരിക്കുന്ന വിഷയം ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം എങ്ങനെ ഉയർത്താം എന്നുള്ള സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയുടെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ചന്ദ്രദാസ് നാരായണ
ജൈവ സാങ്കേതികവിദ്യയും ആധുനിക ശുചിത്വ രീതികളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാർഡിയോളജി പ്രൊഫസർ ഡോക്ടർ എസ് ഹരികൃഷ്ണൻ ഇന്നത്തെ സമ്മർദ്ദപൂരിതമായ ലോകത്ത് ഹൃദയാഘാതം തടയുന്നതിനുള്ള സജീവമായ മാർഗങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കും. അതുപോലെ തന്നെ മുൻ DGP ശ്രീ ഋഷിരാജ് സിംഗ് IPS നമ്മുടെ ക്യാമ്പസുകൾ എങ്ങനെ ലഹരി വിമുക്തമാക്കാം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ തന്നെ കേരള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ KPCC പ്രസിഡന്റ് K. സുധാകരൻ MP അവർകളാണ്. പ്രസ്തുത സമ്മേളനത്തിൽ ബഹുമാന്യനായ കർണാടക സ്പീക്കർ ശ്രീ UT ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. 2 മണിക്ക് നടക്കുന്ന സാഹിത്യ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി കേരള സാഹിത്യ അക്കാദമിയുടെ 2024 വയലാർ പുരസ്കാര ജേതാവായ ശ്രീ അശോകൻ ചരിവിലാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കവിയും നോവലിസ്റ്റും നിരൂപകനുമായ ശ്രീ കൽപ്പറ്റ നാരായണൻ അവർകളാണ്. തുടർന്ന് ശ്രീ റഫീഖ് അഹമ്മദ്, ഡോക്ടർ NB വിജയകൃഷ്ണൻ, ശ്രീമതി ഷീജ വക്കം തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ NK പ്രേമേന്ദ്രൻ MP അവർകളും ഉദ്ഘാടകൻ ബഹുമാന്യനായ കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവർകളുമാണ്. പ്രസ്തുത സമ്മേളനത്തിൽ മുഖ്യപ്രസംഗികയായി എത്തിച്ചേരുന്നത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം വൈസ് പ്രസിഡന്റാണ്. ഒട്ടേറെ പ്രമുഖർ പ്രസ്തുത സമാപന സമ്മേളനത്തിലും പങ്കെടുക്കുന്നുണ്ട്. വാർത്തകൾ തുടരും വരെ നന്ദി, നമസ്കാരം.